ഹലോ ഗൈസ്, ഹായ് എവരിവൺ. ഞാൻ ആർജെ അഞ്ജലി. ഞാൻ ആർജെ സ്റ്റെഫി. അപ്പൊ സ്റ്റെഫി, എന്തോ അതെ, ഈ സൺഡേസ് എന്ന് പറയുമ്പോൾ എല്ലാരും ജോലി കഴിഞ്ഞിട്ട് ആകെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ദിവസം. അന്ന് ഇവർക്കൊക്കെ റിലാക്സ് ചെയ്യാനായിട്ട് എന്താണ് ഇപ്പൊ ഒരു മാർഗം? ഇത്തിരി കുശുമ്പും കുന്നായ്മ ആയാലോ? കുശുമ്പും കുന്നായ്മയും, അത് കൊള്ളാം. അതാണ് ഞാൻ. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഗോസിപ്സുമായി ഞങ്ങളുണ്ടാവും നിങ്ങളോടൊപ്പം. രാവിലെ 11 മണി മുതൽ 12 മണി വരെയും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെയും. ഗോസിപ്സ്. ഹലോ ഡിയർ ലിസണേഴ്സ്, ഹായ് എവരിവൺ. ഗോസിപ്പിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗോസിപ്സിൽ സ്റ്റെഫിയും അഞ്ജലിയും തന്നെയാണ് ഇന്നും നിങ്ങളുടെ കൂടെ ഉള്ളത്. പുതിയ പുതിയ ഗോസിപ്സും പുതിയ പുതിയ വാർത്തകളും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പല വാർത്തകളുടെയും ബാക്കിയും ഒക്കെ ആയിട്ടാണ് ദേ ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഹാപ്പി ന്യൂസ് നമുക്കങ്ങ് പറഞ്ഞാലോ? യെസ്, നമുക്ക് ഹാപ്പി ന്യൂസ് പറഞ്ഞു ഞങ്ങൾ തുടങ്ങാം. പിന്നല്ലാതെ. അപ്പോ ഞാൻ പറയണോ സ്റ്റെഫി പറയണോ? അഞ്ജലി പറഞ്ഞു. ഓക്കെ, പിന്നെ ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നു, നമ്മുടെ സിനിമയിലേക്ക്, മലയാളം സിനിമയിലേക്ക് കുറേ കുഞ്ഞു വാവകൾ വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ എന്നല്ലേ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നു, നമ്മുടെ മലയാള സിനിമയിലെ പല യുവ നടന്മാരും അച്ഛന്മാരായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അല്ലേ. അപ്പോൾ ഒരാളുടെ പേരും കൂടെ പറഞ്ഞായിരുന്നു, അച്ഛനായിട്ടില്ല, അച്ഛനാവാൻ ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണെന്ന്. ആ വ്യക്തി അച്ഛനായിരിക്കുന്നു. യെസ്, വിനീത് ശ്രീനിവാസൻ അച്ഛനായിരിക്കുന്നു. എന്താണ്, ജൂൺ 30-നാണ് വിനീത് ശ്രീനിവാസൻ അച്ഛനായത്. അതെ, ഒരു രാജകുമാരന്റെ അച്ഛൻ. വിനീതിനും ഭാര്യ ദിവ്യയ്ക്കും ആൺകുട്ടിയാണ് പിറന്നിരിക്കുന്നത്. വിനീതിനും ഭാര്യയ്ക്കും ആൺകുട്ടിയാണ് പിറന്നതെന്ന് വിനീത് ഫേസ്ബുക്കിലൂടെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. വീണ്ടും ഒരു സിനിമാക്കാരൻ കൂടി ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിനീതിന്റെ പോസ്റ്റിന് നിരവധി കമന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിനീതിന്റെ പുതിയ സിനിമാക്കാരൻ ഇറങ്ങിയ ആ ഒരു സമയത്താണ് ഒരു പുതിയ സിനിമാക്കാരൻ എത്തിയിരിക്കുന്നത്. വിനീതിന്റെ സിനിമാക്കാരൻ എന്ന സിനിമ സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് വേണം പറയാൻ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആദ്യം തന്നെ ഗോസിപ്പ് ഒന്നും അടിക്കാതെ ഒരു നല്ല വാർത്ത അങ്ങ് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച് ഒരു ഹാപ്പി ന്യൂസ് എല്ലാവരെയും അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ വിനീതിനും ദിവ്യയ്ക്കും എല്ലാവരുടെയും വക ഒരു ബിഗ് കൺഗ്രാറ്റ്സ് ഞങ്ങൾ നേരുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗോസിപ്സിൽ ആദ്യത്തെ ഡെഡിക്കേഷൻ വിനീതിന്റെ കുഞ്ഞിന് വേണ്ടി തന്നെ ആയേക്കാം. ഓക്കെ, ആയേക്കാം. അത് അങ്ങനെ തന്നെയാണല്ലോ വേണ്ടിയതും അല്ലേ. അപ്പോൾ ദേ അടിപൊളി പാട്ട് കുഞ്ഞുവാവയ്ക്ക് വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ ഓരോ നിമിഷവും. കുഞ്ഞുവാവ കുഞ്ഞിനിന്നൊരു പൊട്ടുകുത്തണ കവിളത്ത് മുന്നൊരുക്കം കഴിഞ്ഞു വന്നാൽ പുഞ്ചിരിപ്പാലൂട്ടാലോ, കളിച്ചു ചിരിച്ചു വായോ, ഇനി പറന്നു പറന്നു ഉയര്. അമ്പിളി മാമന് കുമ്പിളിലാക്കണ ഒരു കഥ ചെറുകഥയാ. ഡിങ്കിനങ്കിന ഡിനങ്കിനങ്ക ഡിങ്കിനങ്കിന ഡിനങ്ക ഡിങ്കിനങ്കിന ഡിനങ്കിനങ്ക ഡിങ്കിടാ ഡിങ്കിടാ ഡിങ്കിടാ. കുഞ്ഞുവാവ കുഞ്ഞിനിന്നൊരു പൊട്ടുകുത്തണ കവിളത്ത് മുന്നൊരുക്കം കഴിഞ്ഞു വന്നാൽ പുഞ്ചിരിപ്പാലൂട്ടാലോ, കളിച്ചു ചിരിച്ചു വായോ, ഇനി പറന്നു പറന്നു ഉയര്. അമ്പിളി മാമന് കുമ്പിളിലാക്കണ ഒരു കഥ ചെറുകഥയാ. ഡിങ്കിനങ്കിന ഡിനങ്കിനങ്ക ഡിങ്കിടാ ഡിങ്കിടാ ഡിങ്കിടാ. A change is inevitable.
നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സമകാലീന സംഭവ വികാസങ്ങളിൽ ഉണ്ടാവേണ്ടതായ അനിവാര്യമായ മാറ്റങ്ങളെക്കുറിച്ച് ആനുകാലിക രാഷ്ട്രീയ കലാ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരുമായി സജീവമായ ചർച്ചകളുമായി LMR വ്യൂ പോയിന്റ്സിൽ ഞാൻ എത്തുന്നു. നിങ്ങളുടെ RJ സത്യം. ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. പാട്ടൊക്കെ കഴിഞ്ഞു, നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു ഗോസിപ്പിലേക്ക്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്വന്തം അഞ്ജലിയും സ്റ്റെഫിയും തന്നെയാണ് കൂടെ ഉള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷത്തിലേക്ക് കിടക്കാം. എന്റെ കയ്യിൽ ഇപ്പോൾ വിശേഷങ്ങളൊന്നും ഇരിപ്പില്ല. സ്റ്റെഫിയുടെ എന്തെങ്കിലും വിശേഷം? എന്റെ കയ്യിൽ വിശേഷമുണ്ട്. ഇത്തിരി വില കൂടിയ വിശേഷമാണ് എന്റെ കയ്യിലുള്ളത്. വില കൂടിയ വിശേഷമോ? അതെന്നാ, ഒന്ന് കേക്കട്ടെ. എത്ര രൂപയാകും ഏകദേശം? ഏകദേശം ഒരു 3 ലക്ഷം കഴിഞ്ഞ് ആ റേഞ്ചിലൊക്കെ വരും. റുപ്പീസിലാണോ ഡോളേഴ്സിലാണോ ആവോ? ഡോളേഴ്സിലല്ല, റുപ്പീസിലാണ്. റുപ്പീസിലാണേലും 3 ലക്ഷം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെയാണ്. എന്നാണേലും ഒന്ന് കേക്കട്ടെ, എന്താണ് ആ വില കൂടിയ വാർത്ത? ഈ 3 ലക്ഷം എന്തിനാ ചിലവാക്കിയേക്കുന്നറിയാവോ? എന്തിനാണാവോ? ഡ്രസ്സിനും ഓർണമെന്റ്സിനും വേണ്ടിയിട്ട്. ഓർണമെന്റ്സിനും വേണ്ടിട്ടോ? അതാരാ അത്രയും പൈസ ചെലവാക്കി ഡ്രസ്സും ഓർണമെന്റ്സ് ഒക്കെ മേടിച്ചത്? സാധാരണ ബോളിവുഡിൽ നിന്നാണ് നടിമാരൊക്കെ ഈ വസ്ത്രങ്ങൾക്കും ഓർണമെന്റ്സിനൊക്കെ 3 ലക്ഷം 4 ലക്ഷം രൂപയൊക്കെ ചെലവാക്കി നമ്മളെല്ലാം ഇങ്ങനെ ഞെട്ടിക്കാറുള്ളത്. ഇപ്രാവശ്യം ആരാണ് ബോളിവുഡിൽ നിന്നും ഇത്രയും വില കൂടിയ വസ്ത്രം വാങ്ങിച്ചത്? വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ബിപാഷ ബസുവാണ്. 3 ലക്ഷം രൂപയുടെ വസ്ത്രം? അതെന്ത് വസ്ത്രം? അതൊരു വലിയ ഗൗണാണ്. ഗൗൺ, പച്ച നിറത്തിലുള്ള ഒരു ഗൗണാണ് മോഹ വില കൊടുത്ത് നടി വാങ്ങിയിരിക്കുന്നത്. എവിടെ പോയപ്പോഴാണ് ഈ പച്ച ഗൗണൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി പോയതെന്നറിയണ്ടേ? അറിയണല്ലോ. അതുകൂടി പറയാലോ. 54ാമത് മിസ് ഇന്ത്യ മത്സരത്തിൽ ജഡ്ജായി പോയപ്പോഴാണ് ഈ മോഹവില കൊടുത്ത് പച്ച ഗൗണൊക്കെ ഇട്ട് ബിപാഷ ബാസു അണിഞ്ഞൊരുങ്ങി പോയത്. മിസ് ഇന്ത്യ മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ പോലും ഇത്രയും പൈസ ഒന്നും മുടക്കിയിട്ടുണ്ടാവില്ല. അത് ശരിയാ. മിസ് ഇന്ത്യ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മിസ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയ ഹരിയാന സ്വദേശി മാനുഷി കഴിഞ്ഞ പിന്നെ ബിപാഷ ബസുവിനെയായിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചത്. ആ ശ്രദ്ധ കിട്ടാൻ വേണ്ടി കൂടിയാണ് ഈ 3 ലക്ഷത്തിലധികം രൂപ ചിലവാക്കി പച്ച ഗൗണൊക്കെ ഇട്ട് പോരാഞ്ഞിട്ട് കിടുക്കൻ ഓർണമെന്റ്സ്, ആ ഓർണമെന്റ്സിന് അതിനേക്കാളും വിലയാ, ഇതെല്ലാം ഇട്ട് അണിഞ്ഞൊരുങ്ങി ബിപാഷ ബസു പോയത്. അഞ്ജലി, മിസ് ഇന്ത്യയുടെ കാര്യം പറഞ്ഞപ്പോഴോർത്തെ, നമ്മുടെ ഒരു ലിസണർ പുള്ളിക്കാരന്റെ മിസ് വേൾഡിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേഷൻ പറഞ്ഞില്ലായിരുന്നോ? അത് ശരിയാ, അതും ഞാൻ ഇപ്പോഴാട്ടോ ഓർത്തത്. ആ മിസ് വേൾഡിന് വേണ്ടിയിട്ട് ഒരു പാട്ട് ഞങ്ങള് ഇട്ടുതരാൻ പോവുകയാണ്. അപ്പോൾ ആ ഡെഡിക്കേഷൻ നടത്തിയ ആളുടെ പേരങ്ങ് പറഞ്ഞേക്കാം. ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് നാട്ടിൽ നിന്നൊരാളാണ്. ട്രിവാൻഡ്രത്ത് നിന്നും രാഹുലാണ് അദ്ദേഹത്തിന്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാ പിന്നെ നമുക്ക് ആ പാട്ടൊക്കെ കേട്ടിട്ട് മതി ബാക്കി ഗോസിപ്സിലേക്കുള്ള പോക്കല്ലേ. ഓൾറൈറ്റ്, നമുക്ക് പാട്ട് കേൾക്കാം, എന്നിട്ട് തിരിച്ചു വരാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. நான் கவிஞன், உன்னை பார்த்து கெட்டு போன கவிஞன். Honestா நான் பேசவா, இல்லை இது போதுமா? Oh my darling, நாங்க coming, புது புது கணக்கெல்லாம் pending. Oh chorus நான் கேட்கவா? Yes no yes அழகியே, marry me அழகியே, flirt with me, get high with me அழகியே. Don't worry, அழகியே, 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 marry me, அழகியே, flirt with me, get high with me, அழகியே, காதலோ
ദ്രോഹി. யாரும் கேட்கா எது ஒன்றை நான் கேட்டேன் உன்னை, அதை தந்தால் நன்றி, பிடிவாதம் இன்றி நீ தந்தால் நன்றி. துளி துளிரே துளி காலம் கேட்டேன், துளி காதல் கேட்டேன், துளி காமம் கேட்டேன், மறு உயிரே மறக்காதே நீ, மறக்காதே நீ இந்த அழகியே நீ. நின்னி 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 அழகியே marry me அழகியே. Let me get high with me அழகியே. கோபம் வந்தா கூச்சம் வந்தா don't worry. You are listening London Malayalam Radio. വെൽക്കം ബാക്ക് ടു ദി ഷോ ഗോസിപ്സ്. ഗോസിപ്സിൽ നിങ്ങളോടൊപ്പം ഉള്ളത് അഞ്ജലിയും സ്റ്റെഫിയും തന്നെയാണ്. ഓക്കെ സ്റ്റെഫി, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കിടക്കാം അല്ലേ? അടുത്ത വാർത്ത എന്ന് പറയുമ്പോൾ സ്റ്റെഫി, ഇപ്പോൾ ഏറ്റവും അധികം വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട് നമ്മുടെ കേരളത്തിൽ, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ. അത് ഏതാണ്? ഓ ശരിയാ, എന്നും തന്നെ ന്യൂസിൽ കാണാം ആ പാവം പ്രശസ്ത നടിയെ കുറിച്ചുള്ള ഓരോരോ വാർത്തകള്. കൂടെ ദിലീപിന്റെയും കാര്യം. ഇനി ആരൊക്കെ ആ കേസിൽ ഉൾപ്പെടും ഒന്നും നമുക്കറിയത്തില്ല. എന്താണെങ്കിലും ഇപ്പോൾ ദിലീപിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനോ എന്ന് പറഞ്ഞു പൊട്ടിക്കരയുന്ന കാവ്യ മാധവനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞപ്പോഴോർത്ത് അഞ്ജലി, ഞാൻ ഇന്നലെ ഒരു ട്രോള് കണ്ടായിരുന്നു. ഇപ്പൊ ട്രോളിന്റെ പൂരമാണല്ലോ, പറഞ്ഞോ കേക്കട്ടെ. ഇന്നലെ ആ കണ്ട ഫോട്ടോയുടെ ക്യാപ്ഷൻ എന്താണെന്നറിയുവോ? വെയിറ്റ് ആ കണ്ട ഫോട്ടോ എന്താണെന്ന് പറയുവോ? ഓക്കെ, ആ കണ്ട ഫോട്ടോ ഇത്രേ ഉള്ളൂ. ആ ഫോട്ടോയിൽ ഇപ്പോൾ നമ്മുടെ വിവാദത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആ പ്രശസ്ത നടിയും പിന്നെ ദിലീപിന്റെ മുൻ ഭാര്യയായ നടിയും ഇപ്പോഴത്തെ ഭാര്യയായ നടിയും ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോയാണ്. ആഹാ, അപ്പോൾ അതിന്റെ ക്യാപ്ഷനും കൂടി ഇനി പോരട്ടെ. ഈ ടൈമിൽ ഇടാൻ പറ്റിയ ഫോട്ടോ. അത് മാത്രമല്ല കേട്ടോ, ദിലീപിന്റെ ഭാവിയും ഭൂതവും വർത്തമാനും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ എന്നുകൂടി അതിന്റെ ക്യാപ്ഷൻ. അത് കൊള്ളാം. അതേതായാലും പെർഫെക്റ്റ് ക്യാപ്ഷൻ ആണ്. ആരാണോ അത് കണ്ടുപിടിച്ചത്, ആരാണെങ്കിലും ഒരു സല്യൂട്ട്. ഒരു വളരെ നല്ല കണ്ടുപിടുത്തമാണ്. അത് തന്നെയാണെങ്കിലും പറഞ്ഞു തന്നതിന് സ്റ്റെഫിക്കും ഒരു താങ്ക്സ് ചുമ്മായിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ് എന്ന് വെച്ചാൽ, എന്താ അത് പറ, കാര്യത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോയി. അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വൻ അവസ്ഥയിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ് പാവം ദിലീപ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥയ്ക്ക് കാരണം ഞാനാണോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന കാവ്യ മാധവനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാവം കാവ്യ മാധവൻ എന്ത് ചെയ്തു? കാവ്യയുടെ പേരും പറഞ്ഞ് ദിലീപിന്റെ സിനിമകൾ തകർക്കാനും ചിലർ ശ്രമിച്ചിരുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ ദിലീപിന്റെ ഓരോ സിനിമ റിലീസ് ചെയ്യുമ്പോഴും കാവ്യ മാധവനുമായിട്ടുള്ള ഗോസിപ്പുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അവസാനം ഇത് സഹിക്ക വയ്യാതെ ഒടുവിൽ അവരെ കടുങ്കൈ ചെയ്തു. അവർ വിവാഹം ചെയ്യുകയായിരുന്നു. അങ്ങനെ ആ ഗോസിപ്പിന് അവിടെ ഒരു എൻഡിടാം എന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അതവിടെ ഒന്നും നിന്നില്ല. പിന്നീട് തുടരുകയല്ലേ കഥകൾ. അതെ, പിന്നെ ഒരു വൻ തുടർച്ച തന്നെയായിരുന്നു ഉണ്ടായത്. അപ്പോൾ വിവാഹം കഴിഞ്ഞതുകൊണ്ട് ഇനി ആ പേര് പറഞ്ഞ് ഗോസിപ്സും ട്രോൾസും ഒന്നും ഇറക്കാൻ പറ്റാത്ത വിഷമത്തിലാണ് ഇപ്പോൾ ഈ ഒരു പുതിയ പ്രശ്നവുമായിട്ട് ദിലീപിനെ ഇങ്ങനെ ഒരു കുരുക്കിൽപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെല്ലാം കാരണക്കാരി ഞാനാണല്ലോ ദൈവമേ എന്ന് പറഞ്ഞാണ് കാവ്യയുടെ കണ്ണുനീർ. ഒപ്പം വേറൊരു കാര്യം കൂടെ കാവ്യ പറയുന്നുണ്ട്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് ദിലീപിനെ ചാനലുകളിൽ വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പം ഈ ചെയ്യുന്നവര് ഒടുവിൽ സത്യം എന്താണെങ്കിലും മനസ്സിലാക്കും. അന്ന് മക്കളെ നിങ്ങൾ പശ്ചാത്തപിച്ചിരിക്കും എന്നാണ് കാവ്യയുടെ പ്രസ്താവന. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ കാവ്യക്ക് കിട്ടിയത് എന്താണെന്നറിയാവോ? എന്താ? ഇപ്പോ
കേസുമായി ബന്ധപ്പെട്ട് കാവ്യ നടത്തുന്ന ബൊട്ടിക് ലക്ഷ്യയിലോട്ടാണ് പരിശോധനകൾ നീങ്ങുന്നത്. അതെന്തിനാണാവോ ആ വഴിക്കൊരു നീക്കം? അവിടെയാണ് കുറ്റകൃത്യം ചെയ്തതിന് ശേഷം കുറ്റവാളി അവിടെ എത്തി എന്നാണ് പറയുന്നത്. ഓ, നമ്മുടെ മിസ്റ്റർ പൾസർ സുനി. യെസ്, പൾസർ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ മറ്റൊരു വാർത്ത. എന്താണോ സത്യം അറിയത്തില്ല. നമുക്ക് കാത്തിരിക്കാം അവസാനം സത്യം എന്താണ് എന്ന് വെളിപ്പെടുന്നത് വരെ ഒന്നും ചെയ്യണ്ട. ഇപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, പാട്ട് വരട്ടെ. നിക്ക് അതിനു മുമ്പ് ഒരു ചെറിയ ഡെഡിക്കേഷൻ. അത് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടല്ല എന്ന് മാത്രം. ഇത് ഞങ്ങളുടെ വക അങ്ങോട്ടൊരു സ്പെഷ്യൽ ഡെഡിക്കേഷനാ. അതെ, ഇദ്ദേഹം ഞങ്ങളുടെ ഒരു സ്ഥിരം ലിസണർ ആണ്. കൂടാതെ ഞങ്ങൾക്ക് എന്നും സ്ഥിരമായിട്ട് ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ തന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ മസ്കറ്റിൽ നിന്നുമുള്ള സുരേഷിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ എന്റെയും സ്റ്റെഫിയുടെയും വക അടുത്തത് ഒരു പാട്ട് വരാൻ പോകുന്നത്. സുരേഷ്, കേട്ടല്ലോ? കിടുക്കം പാട്ട് തന്നെ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഇനിയും ഞങ്ങളുടെ പ്രോഗ്രാംസിനെ കുറിച്ച് ഒറ്റ അഭിപ്രായമൊക്കെ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് ഫീഡ്ബാക്സ് അയക്കുക. ഓക്കെ, എനിവേ പാട്ട് വരികയായി കേട്ടിരുന്നോളൂ. ലണ്ടൻ മലയാളം റേഡിയോ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
கொடுத்த பின்னும் முத்தம் மீதம் இருக்கு. தீபம் மறைந்த பின்னும் பூமி இருந்த பின்னும் கண்ணில் வெளிச்சம் இருக்கு. வானம் பொழுத பின்னும் பூமி நனைந்த பின்னும் சாரல் சாரசம் இருக்கு. காமம் கலந்த பின்னும் கண்கள் கலந்த பின் காதல் மறந்து கிடக்கு. அம்மா 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 ஏ அம்மா 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 அம்மா. அந்த அரபிக் கடலோரம் ஓர் அழகை கண்டேனே. அந்த கண்ணித் தென்றல் ஆடை வெளுத்த கண்கள் கண்டேனே. அம்மா 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 ஏ அம்மா அம்மா ஏ அம்மா அம்மா ஏ அம்மா 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 ஏ அம்மா அம்மா. ടൺ 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 ടൺ. മഞ്ജുവും ഭാവനയും നാണം കിട്ടു. അനിൽ കപൂറിന് മുന്നില് നിവിൻ പോളി തിളങ്ങി. എന്താ കാര്യം? ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാലേ ഇത് നമ്മുടെ നാട്ടിൽ വെച്ചാണ്, അതായത് UK വെച്ചാണ് നടന്നത്. ആഹാ, എന്നാ പിന്നെ അത് അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. പറഞ്ഞോളൂ. രണ്ടാമത് നടന്ന ആനന്ദ് TV ഫിലിം അവാർഡ്സില് ഇത്തവണ തിളങ്ങിയത് നമ്മുടെ സ്വന്തം നിവിൻ പോളിയാണ്. യെസ്, ആനന്ദ് TV ഫിലിം അവാർഡ്സ് നമ്മുടെ UK നടക്കുന്നുണ്ടെന്നൊക്കെ വൻ വാർത്തകളൊക്കെ വന്നിരുന്നു, എല്ലാവരും അറിഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ മോഹൻലാലൊക്കെ വരും എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ മോഹൻലാൽ പിൻവാങ്ങിയിട്ട് നമ്മുടെ സ്വന്തം ബോളിവുഡ് താരമായ അനിൽ കപൂർ എത്തിയിരുന്നു. അപ്പം അതായിരുന്നു ഇപ്രാവശ്യത്തെ ആനന്ദ് TV ഫിലിം ഫെസ്റ്റിവലിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ അതിനെന്തിനാണ് ഭാവനയും മഞ്ജുവാരും നാണം കിട്ടിട്ട് നിവിൻ പോളി തിളങ്ങി എന്ന് പറഞ്ഞത്? അതെ, ഇത്തവണ നമ്മുടെ അനിൽ കപൂർ വന്നപ്പോ അവിടെ ഒരു സംഭവം ഉണ്ടായി. ആഹാ, അതെന്താണ്? നമ്മുടെ അനിൽ കപൂർ അവാർഡ് നൈറ്റിൽ പങ്കെടുക്കാൻ വന്നപ്പോ നമ്മുടെ മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളെല്ലാം മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും വന്നതല്ലേ എന്നൊക്കെ ഓർത്ത് അനിൽ കപൂർ ബഹുമാനാർത്ഥം കൈകൾ കൂപ്പി ആദ്യം വരുന്ന മഞ്ജു വാര്യരെയും ഭാവനയും നോക്കി. ഇത്രയൊക്കെ ചെയ്യുമ്പം സാധാരണ ഏതൊരു മനുഷ്യനും ചെയ്യുന്നത് എന്താണ്? തിരിച്ച് കൈകൂപ്പി കാണിക്കും. എന്നാൽ ഇവിടെ അത് സംഭവിച്ചില്ല. ഇവിടെ എന്താണ് സംഭവിച്ചത്? കാലുമേൽ കാലൊക്കെ കയറ്റി വെച്ച് പ്രമുഖ നടികളായ ഭാവനയും മഞ്ജു വാര്യരും കൈകൾ പോലും കൂപ്പാതെ ചിരിച്ചു കാണിച്ച് അഹങ്കരിച്ചവിടങ്ങിയിരുന്നു. അച്ചടാ. അപ്പോ എന്തായാലും ഇതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലായിരുന്നു നിവിൻ പോളി അനിൽ കപൂറിനെ സ്വീകരിച്ചത്. ആഹാ, അതെങ്ങനെയായിരുന്നു വ്യത്യസ്തമായ സ്വീകരണം? നിവിൻ പോളി എത്ര സിനിമയിൽ അഭിനയിച്ചു, ഇത്ര സൂപ്പർ സ്റ്റാർ ആയി എന്ന് പറഞ്ഞാലും അങ്ങനെയുള്ള അഹങ്കാരം ഒന്നും നിവിൻ പോളിക്ക് തീരെയില്ല. അതുകൊണ്ട് തന്നെ നിവിൻ പോളി എന്ത് ചെയ്തു? നിവിൻ പോളി അനിൽ കപൂർ കൈകൂപ്പി കാണിച്ചപ്പോൾ തിരിച്ച് എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി ചിരിച്ചുകൊണ്ട് അനിൽ കപൂറിനെ സ്വീകരിച്ചു. ആഹാ, പിന്നല്ല, കണ്ടുപഠിക്കണം. അപ്പോഴാണ് വേദിയിലുണ്ടായിരുന്ന എല്ലാവരും അനിൽ കപൂറിനെ കണ്ട് എഴുന്നേറ്റ് നിന്നതും. അപ്പോൾ നൈസായിട്ട് ഭാവനയും മഞ്ജു വാര്യരും ഷക്കീസായി എന്നർത്ഥം. പിന്നല്ലാതെ വെറുതെ അല്ല നിവിൻ പോളി തിളങ്ങിയതും മറ്റു രണ്ട് പ്രമുഖ നടികളും നാണം കിട്ടു പോയി എന്നും സ്റ്റേറ്റ് പറഞ്ഞതിന്റെ പൊരുൾ എനിവേ നമുക്കെല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി അല്ലേ? ഇതിനെ പറ്റിയൊരു പാട്ടായാലോ ഇനി അടുത്തത്? അതേത് പാട്ട്? ഈയിടെ സാജൻ ബാബുവാണ് അയാൾ ശശി എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അയാൾ ശശി എന്ന സിനിമയിലെ ഒരു ശശി പാട്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷന് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ശശിപ്പാട്ട് വരികയായി. എത്തിപ്പോയി. നാട്ടുമുക്കിലെ പാട്ടുപന്തലിൽ കാത്തിരിപ്പവനോ ശശി, തേച്ച ചായമുരച്ചു ചുറ്റിനും തേപ്പു തീർത്തവനോ ശശി, നാട്ടിലെ നിഴൽ കൂട്ടമൊക്കെയും ആദരിപ്പവനോ ശശി, ആരുമില്ലിനി കാണുവാൻ ഇതു കേൾക്കുവാൻ അയാൾ ശശി. നാട്ടുമുക്കിലെ പാട്ടുപന്തലിൽ നാട്ടുമുക്കിലെ പാട്ടുപന്തലിൽ കാത്തിരിപ്പവനോ ശശി, തേച്ച ചായമുരച്ചു ചുറ്റിനും തേപ്പു തീർത്തവനോ ശശി, നാട്ടിലെ നിഴൽ കൂട്ടമൊക്കെയും ആദരിപ്പവനോ ശശി, ആരുമില്ലിനി കാണുവാൻ ഇതു കേൾക്കുവാൻ അയാൾ ശശി. നാട്ടുമുക്കിലെ പാട്ടുപന്തലിൽ നാടകത്തുള്ള കോലം കണ്ടപ്പോ നാണം കെട്ടുമതാടണം, ജാലം കൈവിട്ടു ദേശം നോവിട്ടു ദേഹം വിട്ടൊന്നു പോകണം,
മോഹം പെയ്യുമ്പോ പാറണം, മഴ രാഗം കേൾക്കുമ്പോ ചാരണം, കാട് പൂക്കുമ്പോ കാണണം, കലികാലം കൊയ്യുമ്പോ പാടണം, കാറ്റിലെ കനൽ കട്ടയൊക്കെയും ആളുമിക്കരളോ ശശി, ആരുമില്ലിനി കാണുവാൻ ഇതു കേൾക്കുവാൻ അയാൾ ശശി. നാട്ടുമുക്കിലെ പാട്ടുപന്തലിൽ കാത്തിരിപ്പവനോ ശശി. പാട്ടുവന്നു വിളിച്ച നിറമൊരാട്ടമയവനോ ശശി. എടാ, നിനക്കറിയാലോ എനിക്ക് ഇവളോട് ഭയങ്കര പ്രണയമാണെന്ന്. എത്ര കാലമായി പിന്നാലെ നടക്കുന്നു. നിങ്ങളുടെ പഴയ വയസ്സായ അവിടെ ഇരിപ്പുണ്ടാവും, അവരെ പോയി കണ്ടുപിടിച്ചിട്ടോ കേട്ടാ. ഒരേ വിടുന്നു. മേഘം ഞെട്ടിയ രാവ് കണ്ടപ്പോ മാനം മൊത്തവും തേങ്ങല്, നീരിൽ കെട്ടിയ തോണി മുങ്ങുമ്പോൾ ആറ് ഗന്ധിച്ചു വേമണം, ഓളം തള്ളുന്ന താളം പൊട്ടിയൊരോർമ്മ കയ്ക്കണ ജീവിതം, നേര് പിന്നിയ നേരം വന്നതും പോരുകൊള്ളണ പൂമരം, മേലെ നിന്നൊരു താരം ചത്തതും കീഴെ പെട്ടകത്താ ശശി. നാട്ടുമുക്കിലെ പാട്ടുപന്തലിൽ, നാട്ടുമുക്കിലെ പാട്ടുപന്തലിൽ കാത്തിരിപ്പവനോ ശശി, തേച്ച ചായമുരച്ചു ചുറ്റിനും തേപ്പുതിർത്തവനോ ശശി, നാട്ടിലെ നിഴൽ കൂട്ടമൊക്കെയും ആദരിപ്പവനോ ശശി, ആരുമില്ലിനി കാണുവാൻ ഇതു കേൾക്കുവാനയാ ശശി. Are you planning to be a doctor but worried about the costs? Why not do your MBBS from Bulgaria and save thousands of pounds each year? MBBS from Bulgaria is accredited by General Medical Council and eligible to practice in the UK. Call globalstudylink.co.uk. They would help you secure admission and would provide full assistance in relocation. Courses start in September and February. Call 0203 5951 999. That's 0203 5951 999. ആസ്വദിക്കൂ ഓരോ നിമിഷവും ലണ്ടൻ മലയാളം റേഡിയോയ്ക്കൊപ്പം. അതെ, നിങ്ങൾ അറിഞ്ഞോ? എന്നതാ? നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് ഇല്ലേ, സന്തോഷ് പണ്ഡിറ്റ്. ഓ മൈ ഗോഷ്, ഇനി അതാണോ അടുത്ത ന്യൂസ്? സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ചല്ല, സന്തോഷ് പണ്ഡിറ്റിന് കൂട്ടായി ഒരു ലേഡീസ് സന്തോഷ് പണ്ഡിറ്റ് ഇറങ്ങിയിട്ടുണ്ട്. കർത്താവേ, ഇനി എന്തൊക്കെ കാണണം. ഒരു സന്തോഷ് പണ്ഡിറ്റ് പോരാണ്ട് ഇപ്പം സന്തോഷ് പണ്ഡിറ്റിന് ഒരു ഫീമെയിൽ വേർഷനോ? ഓ മൈ ഗോഡ്. ഓക്കെ, പറഞ്ഞോളൂ, കേക്കട്ടെ. നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെ ഇത്ര ഫേമസ് ആയത്? നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലാതെന്താ? അപ്പൊ പിന്നെ നമ്മുടെ ലേഡി സന്തോഷ് പണ്ഡിറ്റ് എന്തായിരിക്കും ചെയ്യുന്നത്? അത് തന്നെയായിരിക്കും. സന്തോഷ് പണ്ഡിറ്റ് ചെയ്തിട്ട് ഇവിടെ ആർക്ക് സഹിക്കാൻ പറ്റില്ല. ഇനി പുള്ളിക്കാര് ചെയ്യുമ്പോ ഇനി എന്തൊക്കെ കണ്ടാലാ. അപ്പോൾ കേക്കട്ടെ, എന്തൊക്കെയാണ് ആ കലാവിരുദ്ധം? ഏകദേശം സന്തോഷ് പണ്ഡിറ്റിനെ പോലെ തന്നെ സ്വന്തമായി എഴുതി ഈണം നൽകി ആൽബം ഒക്കെ ഇറക്കി അതിന്റെ അകത്ത് അഭിനയിക്കും കൂടി ചെയ്തിട്ടാണ് മിനി റിച്ചാർഡ് എന്ന ലേഡി സന്തോഷ് പണ്ഡിറ്റ് രംഗത്തെത്തിയിരിക്കുന്നത്. ഓഹോ, അപ്പം സന്തോഷ് പണ്ഡിറ്റിനെ പോലെ തന്നെ സമസ്ത മേഖലകളിലും കൈവയ്ക്കാനാണോ പുള്ളിക്കാരത്തിയുടെയും പ്ലാൻ? ഏയ്, അങ്ങനൊന്നുമല്ല. പുള്ളിക്കാരത്തിക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ: അഭിനയം. അഭിനയിക്കുക, ആസ്വദിക്കുക. അത് കൊള്ളാം. ഓക്കെ, എന്നിട്ട് എന്തായാലും പുള്ളിക്കാരി ഒറ്റ ആൽബം കൊണ്ട് തന്നെ ഹിറ്റായി. പോരാഞ്ഞിട്ട് ഈ ആൽബത്തിൽ മാത്രമല്ല അഭിനയിച്ചിരിക്കുന്നത്, ഭരതൻ സംവിധാനം ചെയ്ത പറങ്കിമല എന്ന സിനിമയുടെ റീമേക്കില് ഒരു കഥാപാത്രത്തെ ചെയ്തിട്ടുണ്ട്. എന്നാലും എന്റെ മിനി റിച്ചാർഡേ, ഇത് വലിയ കൊടും ചതിയായി പോയെന്നേ. എന്നിട്ട് ഇത് കേട്ടിട്ട് സന്തോഷ് പണ്ഡിറ്റ് എന്ത് പറഞ്ഞു? സന്തോഷ് പണ്ഡിറ്റ് വൻ ശോഭിതനായി. ആണോ? എന്നിട്ട് ദേ കേട്ടോ. ഇമ്പോസിബിൾ ആയിട്ടില്ല, എല്ലാം പോസിബിൾ ആണ്. ബിക്കോസ് വെരി പോസിബിൾ ഇറ്റ്സെൽഫ് മീൻസ് ഐ ആം പോസിബിൾ. ഓക്കേ, എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ അല്ലേ? എനിക്കെല്ലാം മനസ്സിലായി. അയ്യോ, എന്തായാലും നല്ല കിടുക്ക ഡയലോഗായിരുന്നല്ലേ? വൺ ഡയലോഗായി പോയി എന്റെ പൊന്നെ. ഇനി ഇത് ആവർത്തിക്കരുത് സ്റ്റെഫി, പ്ലീസ്. ഇതെന്തായാലും ശുഭിതനായപ്പോ പറഞ്ഞതൊന്നുമല്ല, എല്ലാവർക്കും അറിയാലോ. ഇതൊക്കെ തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ സ്ഥിരം സിനിമകളിലെ ഡയലോഗ്സ്. അപ്പൊ പിന്നെ ശുഭിതനാകുമ്പോഴത്തെ ഡയലോഗ്സും ഏകദേശം എങ്ങനെയാണ് എന്ന് ഊഹിക്കാമല്ലോ എന്നാണ് ഇവിടെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. എനിവേ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് കിടക്കാം. ഈ ക്ഷീണം ഒന്നും മാറ്റണ്ടേ? സന്തോഷ് പണ്ഡിറ്റിന്റെ പാട്ട് തന്നെ ആയാലോ? സ്റ്റെഫി, നോ. ഓക്കെ, എങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ഹാങ് ഓവർ മാറാൻ കിടക്കാൻ പാട്ട് തന്നെ അങ്ങ് കേട്ടേക്കാം. ഡെഡിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ അഞ്ജലി? ഡെഡിക്കേഷൻ ഇഷ്ടം പോലെയാണ്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല. നമുക്കിങ്ങനെ ഫേസ്ബുക്കില്
ഓരോ ദിവസവും ഡെഡിക്കേഷൻ വേണമെന്ന് പറഞ്ഞ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും അധികം പലരും അവരുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് പാട്ട് വെച്ച് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏറ്റവും അധികം വന്നിരിക്കുന്നത് കോട്ടയംകാർക്കും തൃശ്ശൂർകാർക്കും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കോട്ടയംകാർക്കും തൃശ്ശൂർകാർക്കും വേണ്ടിയിട്ട് ദാ ഒരു അടിപൊളി പാട്ടാണ് വരാൻ പോകുന്നത്. അപ്പൊ കോട്ടയംകാർക്കുള്ള ഒരു സ്പെഷ്യൽ പാട്ടായാലോ? അത് ശരിയാവത്തില്ല, അപ്പൊ തൃശ്ശൂർകാർക്ക് വിഷമാക്കില്ലേ? ഓ ശരിയാ. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം, കോട്ടയംകാർക്ക് ഒരു പാട്ട്, തൃശ്ശൂർകാർക്ക് ഒരു പാട്ട്. ഓക്കെ അല്ലേ? അത് പൊളിക്കും. എങ്കിൽ പിന്നെ നമുക്കൊക്കെ പാട്ട് കേൾക്കാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. വട്ടോളം വാണിയാരെ കേട്ടുകൊള്ളുക, കോട്ടയം പട്ടണമേ കണ്ടുകൊള്ളുക. വട്ടോളം വാണിയാരെ കേട്ടുകൊള്ളുക, കോട്ടയം പട്ടണമേ കണ്ടുകൊള്ളുക. മേലെ പടിഞ്ഞാറായി കാണുന്നൊരു അമ്പലമിത, മേലെ പടിഞ്ഞാറായി കാണുന്നൊരു അമ്പലമിത. തിരുനക്കരയാണ് വീടെ നാഗസ്വര ഊത്ത് കേൾക്കാം. പട്ടന്മാരത്തൊരു പൂജ നടത്തുന്ന നല്ലൊരു ശാപ്പാട് നാലണക്കുണ്ടല്ലോ. തൂഷനിലയിട്ട പുത്തരിച്ചോറും സാമ്പാറ് പച്ചടി കിച്ചടി തോരനും പച്ചപ്പുളിശ്ശേരി തീയലും കാളനും പാൽപ്പായസവും അടപ്രഥമനും നാരങ്ങയും. വട്ടോളം വാണിയാരെ കേട്ടുകൊള്ളുക, കോട്ടയം പട്ടണമേ കണ്ടുകൊള്ളുക. വട്ടോളം വാണിയാരെ കേട്ടുകൊള്ളുക, കോട്ടയം പട്ടണമേ കണ്ടുകൊള്ളുക. നേരെ അങ്ങോട്ട് ചെന്നാൽ കാണുന്നൊരു ജില്ലാ കോടതി, നേരെ അങ്ങോട്ട് ചെന്നാൽ കാണുന്നൊരു ജില്ലാ കോടതി. കുടികെട്ടി പറക്കണ പുലികളായ വക്കീലന്മാർ കെ.ടി. തോമസും ശൻകുണ്ണി മേനോനും കെ.ടി. മത്തായുടെ വക്കീലാഫീസും BCM കോളേജും സെന്റ് ആൻഡ് സ്കൂളും ജില്ലാശുപത്രി മനോരമയുടെ ആഫീസും കാഴ്ചകൾ അങ്ങനെ വേറെയുമുണ്ടല്ലോ. എല്ലാം പറയുവാൻ നേരമില്ലിന്നിനി കാലപ്പുഴയ്ക്കുള്ള കേവഞ്ചി കേറണം. എന്റെ പൊന്നടിങ്കോ വിളിച്ചോ, കിട്ടിയോ? കിട്ടുകയല്ല. അതാ പൂരങ്ങട പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്. ഓണത്തിന് പുലിയിറങ്ങണൊരു ഊര് നമ്മുടെ ഊര്. ഇപ്പറഞ്ഞ നാടിന് കരയേഴുമൊട്ടുക്ക് പേര്. കാണണമെങ്കിൽ കാണണം കടി തൃശ്ശൂര്. നാടിനൊത്ത നടുവില് പച്ചക്കൊട പിടിക്കണ കാട്. വട്ടത്തില് കൂടുവാൻ അവിടെടവുമുണ്ടൊരുപാട്. തേക്കിൻകാടെന്ന് പറഞ്ഞു പോരണ പേര്. കൂടണമെങ്കിൽ കൂടണം കടി തൃശ്ശിവ പേരൂര്. ഞാനും പോരാ തൃശ്ശിവ പേരു പൂരം കാണാൻ. കാവേ നീയും പോര് തൃശ്ശിവ പേരു പൂരം കാണാൻ. പുത്തൻപള്ളി ഓത്തുപള്ളി പിന്നമ്പലങ്ങള് കാവ്. 10,000-10,000 വന്നു പോകും പട്ടണം ജോറ്. പാട്ടുകളി നാടകം നല്ല അസൽ വായനശാല. ആനമയിലൊട്ടകം കളിയാടണ മൃഗശാല. ആനക്കമ്പം കമ്പക്കെട്ടിലും കമ്പമുള്ളവരേറെ. ചങ്കിടിപ്പിന്റെ ഒച്ചയുത്സവ ചെണ്ട കൊട്ടണ പോലെ. എത്ര പറഞ്ഞാലും പറയാത്തതൊത്തിരി വേറെ.
പോകണമെങ്കിൽ പോകണം ഗടി തൃശ്ശിവ പേരൂര്. കാന്താ ഞാനും പോരാ തൃശ്ശിവ പേരു പൂരം കാണാം. കാന്തേ നീയും പോര് തൃശ്ശിവ പേരു പൂരം കാണാൻ. കാന്താ ഞാനും പോരാ തൃശ്ശിവ പേരു പൂരം കാണാം. കാന്തേ നീയും പോര് തൃശ്ശിവ പേരു പൂരം കാണാൻ. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ ആസ്വദിക്കൂ ആഘോഷിക്കൂ. Hi, how are you? Hello. Hi. Hi, are you online? Send a photo. Good morning. കുറേ പേരൊക്കെ wave ചെയ്യുന്നുണ്ട്. Happy Close Friends Day. ക്ലോസ് ഫ്രണ്ട്സ് ഡേ ആണോ? ഹായ് അഞ്ജലി ചേച്ചി. Hi. ഹായ് അഞ്ജലി. സ്റ്റെഫി എവിടെ? എന്നിട്ട് ഈ ഹായ്ക്ക് എല്ലാവർക്കും ഹായും പറയാം നമുക്ക്. ഓക്കെ അഞ്ജലി, പ്രോഗ്രാം തുടങ്ങി ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾക്ക് നിങ്ങൾ തന്നെ അയച്ച മെസ്സേജസ് എല്ലാം ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒച്ച കേൾക്കാലോ, ഇങ്ങനെ മെസ്സേജസ് വന്നോണ്ടിരിക്കാതെ. കാരണം ഞങ്ങള് പാട്ട് കഴിഞ്ഞത് അറിഞ്ഞില്ല. വെരി സോറി. കുറേ പേര് ഹായ് അയച്ചിട്ടുണ്ട്. ഗോകുൽ കൃഷ്ണ, അമിത് കുമാർ, ദിനേശൻ, നിജാസ്, ജിതിൻ, നിതിൻ, അജീഷ്. എല്ലാവരുടെയും പേര് പറയാനാണെങ്കിൽ ഇന്ന് തീരത്തില്ല. കാരണം അധികം മെസ്സേജസ് ഞങ്ങൾക്ക് വരുന്നത്. അതെ, ക്രിസ്റ്റീന, സാവിയോ, അങ്ങനെ കുറെ പേര്, ശ്രീദേവി, അങ്ങനെ കുറെ പേരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും തിരിച്ച് ഹൈ അയക്കാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളൊരു പരിപാടി ചെയ്യാൻ പോവുകയാണ്, അല്ലേ സ്റ്റെഫി? യെസ്. എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗ ഒരു ബിഗ് ഹായ്. പോരെ, ഇത്രയൊക്കെയല്ലേ ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. കാരണം എല്ലാവർക്കും മെസ്സേജ് അയക്കാന്ന് പറയുന്നത് പറ്റുകയല്ല, സമയം കിട്ടത്തില്ല. മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ. എനിവേ, എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു ബിഗ് ഹായ്. മിനി, അടുത്ത വിശേഷത്തിലേക്ക്, അടുത്ത ഗോസിപ്പിലേക്ക് നമുക്ക് പോവാം. പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു അഭിനേത്രിയും അതുപോലെ തന്നെ ഒരു വലിയ ഡാൻസറുമായിട്ടൊരു നടി. എനിക്ക് മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ശോഭന. യെസ്. അപ്പൊ ശോഭന വിവാഹം കഴിച്ചിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അതിന് പിന്നിലോ ഒരുപാട് വേറെ കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോ എന്തായാലും അതിലോട്ടൊന്നും പോകണ്ട. എന്തായാലും പാപ്പരാസികളിൽ പുതിയൊരു കണ്ടെത്തലുമായിട്ട് വന്നിട്ടുണ്ട്. ശോഭനയുടെ വിവാഹത്തിന്റെ കാര്യമാണ് പറയുന്നത്. ശോഭന വിവാഹം കഴിക്കാൻ പോവുകയാണോ? അതേന്നേ, അങ്ങനെയൊക്കെ പറയുന്നു. ഇതിലൊക്കെ എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല, ആർക്കും അറിയില്ല. അത് ശോഭനയ്ക്ക് മാത്രമേ അറിയുള്ളൂ. പറയാൻ പറ്റത്തില്ല. പല ഇന്റർവ്യൂസിലും ശോഭന പറഞ്ഞിട്ടുണ്ട്, ഒരു ഫാമിലി ലൈഫ് എല്ലാവരെയും പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. അതിന് എപ്പോ വേണമെങ്കിലും ആകാമെന്ന്. സോ നമുക്ക് ആ സാധ്യത തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല. എന്തായാലും നൃത്തത്തിന് വേണ്ടിയാണ് തന്റെ ജീവിതം തന്നെ എന്ന് പറഞ്ഞാണ് ശോഭന ഇരിക്കുന്നത്. ഒപ്പം മകൾ നാരായണിക്ക് വേണ്ടിയിട്ടുമാണ് താൻ ജീവിക്കുന്നത് എന്നാണ് ശോഭന പറയുന്നത്. എങ്കിലും കല്യാണം വേണ്ട എന്നൊരു തീരുമാനം ഇതുവരെയും ശോഭന എടുത്തിട്ടില്ല. ഇപ്പൊ ഈ നൃത്ത പരിപാടികളുമായി സജീവമാകുന്നതിന്റെ ഇടയില് ഇത്തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നതില് എന്തെങ്കിലും സത്യം ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? അത് ശോഭനയോട് തന്നെ ചോദിക്കേണ്ടി വരും, പ്രതീക്ഷിക്കാമോ ഇല്ലയോ എന്ന്. എനിവേ, ഈ വാർത്തയിൽ ഇപ്പൊ ആരെയാണ് ശോഭന വിവാഹം ചെയ്യാൻ പോകുന്നത്? എനി ക്ലൂ? ബന്ധുവിനെയോ മറ്റുമാണെന്നൊക്കെയാണ് മൊത്തത്തിലുള്ള ഒരു പറച്ചിൽ. എന്താണെങ്കിലും കല്യാണം കഴിഞ്ഞാൽ നമുക്ക് പറയാം കല്യാണം കഴിഞ്ഞു എന്ന്. ശോഭന വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള വിവരമൊക്കെ കേട്ടിട്ട് സിനിമാ ലോകം തന്നെ ആകെ അമ്പരം നിൽക്കുക. കാരണം ഇങ്ങനൊരു വാർത്ത ആരും തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വാർത്തയാണ്. ഇതിനെതിരെ എന്തായാലും ശോഭനയുടെ കുടുംബാംഗങ്ങളോ ആരും പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ആ പ്രതികരണത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. മൗനത്തിലാണല്ലേ? മൗനം സമ്മതം എന്നാണോ എന്തോ? ഇങ്ങനൊന്നും പറയരുത്, ശോഭന ഗംഗയായി മാറും. ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ എന്റെ വസിപ്പിട്ട് മൂടിയിരിക്കുകയാണ്. അപ്പോൾ ശോഭനയുടെ കാര്യത്തിൽ ഞങ്ങളൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നു. ഇനി നല്ല സംഭവ വികാസങ്ങളും നടന്നാൽ ഉറപ്പായിട്ടും എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു ചെറിയ സംഭവ വികാസമാണ് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ എത്തിക്കാൻ പോകുന്നത്. അത് എന്താണ് എന്ന് വെച്ചാൽ സ്റ്റെഫി പറയൂ. മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ? അത് ആരുടെ ഡയലോഗാണെന്ന് എനിക്കറിയാം. മറ്റേ സിനിമയില് 1983 ശ്രീധയുടെ ഒരു വൺ ഹിറ്റ് ഡയലോഗായിരുന്നു. ബൈ ദ വേ, ആ ഡയലോഗ് ഇപ്പൊ പറയാൻ എന്താണ് കാരണം? ഇപ്പോൾ നമ്മുടെ നടി ശൃന്ദ ഒരുപാട് ഗ്ലാമറസ് വേഷത്തിലെത്തി ഇങ്ങനെ തരംഗമാവുകയാണ്. തരംഗമാണ്. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ശൃന്ദ പുതിയ ലുക്കിലുള്ള ഫോട്ടോ ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത്.
അതോ എന്ത് ലുക്കാണ്? ആദ്യം തന്നെ ആ സിനിമയിൽ ചോദിച്ചായിരുന്നല്ലോ, മേക്കപ്പ് ഇത്തിരി കൂടുതലാണോ ചേട്ടാ എന്ന്. അത് തന്നെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഫോട്ടോഷൂട്ടാണ് നടി നടത്തുന്നത്. മേക്കപ്പ് ഇത്തിരി കൂട്ടിയിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടാണോ? അതെ അതെ. എന്തായാലും പുതിയ ലുക്കിൽ ശൃന്ദ സൂപ്പർ ആയിരിക്കുകയാണെന്നാണ് ആരാധകരുടെ പ്രതികരണം. അപ്പോൾ ആ ഫോട്ടോസ് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വൈറലാവുന്ന ഫോട്ടോസ് കാണിക്കാൻ ഞങ്ങൾക്ക് മാർഗമൊന്നുമില്ല. വെരി സോറി. അത് കാണാൻ നിങ്ങൾ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്താൽ മതി. നിങ്ങളെ അറിയിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുകയുള്ളൂ ചേട്ടാസ് ആൻഡ് ചേച്ചീസ്. അപ്പോൾ ഇനി അടുത്തത് എന്താണ് സ്റ്റെഫി? ഇൻസ്റ്റാഗ്രാം പേജില് ഫോട്ടോ മാത്രമല്ല, ഒരു ചെറിയൊരു വീഡിയോയും കൂടെയാണ് ശൃന്ദ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സാരിയെ കൊടുത്ത് മുല്ലപ്പൂ ഒക്കെ ചൂടി 1983 എന്ന സിനിമയ്ക്കകത്ത് സച്ചിൻ ടെണ്ടുൽക്കറിനെ കണ്ടിട്ട് ഞാൻ ഹിന്ദി സിനിമയൊന്നും കാണാറില്ല ചേട്ടാ, ഇതാരാ എന്ന് ചോദിച്ച പെൺകുട്ടി ഇപ്പോൾ ഇറക്കം കുറഞ്ഞ വേഷവും അതുപോലെ തന്നെ മുടിയൊക്കെ മുറിച്ച് ഭയങ്കര സ്റ്റൈലായിട്ടാണ് പുതിയ ശൃന്ദയുടെ മേക്ക് ഓവർ നടത്തിയിരിക്കുന്നത്. ആഹാ, എന്നാ പിന്നെ ആ വീഡിയോ ഒന്ന് കാണണല്ലോ. ഒരു മിനിറ്റ്, ഞാനൊന്ന് എടുത്തു നോക്കിക്കോട്ടെ. യെസ്, ഒരു ഗ്രീൻ ഡ്രസ് ആണ് ശൃന്ദ ഇട്ടേക്കുന്നത്. തന്നെ വെരി നൈസ് ആയിട്ടുണ്ടല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. അത് മാത്രമല്ല, ഫഹദ് ഫാസിൽ നായകനായ റോൾ മോഡൽസ് ഇല്ലേ നമ്മുടെ തേച്ചില്ല പെണ്ണെ, അതെ, ആ സിനിമയാണ് ശൃന്ദയുടെ പുതിയ സിനിമ. ഓഹോ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു വൺ മേക്ക് ഓവർ ആയിരുന്നു ഇത്? ആയിരിക്കാം, കാരണം അതിന്റെ അകത്ത് നമിത പ്രമോദും ഭയങ്കര സ്റ്റൈലിഷ് ലുക്കിലാണല്ലോ. അതെ, നമിതയും അതിനകത്ത് ഒരു ഫുൾ ചേഞ്ച് ഇൻ അറ്റയർ, ചേഞ്ച് ഇൻ സ്റ്റൈലൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമിതയും ഹെയർ കട്ടൊക്കെ ചെയ്ത് ഒരു പുതിയ ലുക്കിലാണല്ലേ ആ സിനിമയിൽ എത്തിയിരിക്കുന്നത്. അതെ, നമുക്കെന്നാ അത്തേച്ചില്ലേ പാട്ട് തന്നെ കേട്ടാലോ? യെസ്, ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ആ തേപ്പ് പാട്ട് തന്നെ നമുക്ക് കേട്ടേക്കാം. ഈ തേപ്പ് പാട്ട് ഇനി ആർക്കെങ്കിലും മാർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ വേഗം ഇങ്ങോട്ട് മെസ്സേജ് ചെയ്ത് ഞങ്ങൾ ഇപ്പോഴാണെങ്കിൽ കറക്റ്റ് വേഗം പറയാം. അതെ, ഇനിയിപ്പോ മെസ്സേജ് അയക്കാൻ സമയം കിട്ടിയില്ലെന്നിരിക്കട്ടെ, പോട്ടെ, സാരില്ല. അപ്പോൾ ആരെങ്കിലും തേച്ചിട്ട് പോയി ഇട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, നിങ്ങളെ തേച്ചവർക്ക് വേണ്ടിയിട്ടും ഒരു തേപ്പ് പാട്ട് വരികയാണ്. അപ്പൊ കേട്ടിരുന്നോളൂ, തേപ്പ് പാട്ട് ഇൻ ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. തേച്ചില്ലേ പെണ്ണെ തേപ്പു പെട്ടി പോലെ വന്നിട്ടെന്നെ. തേച്ചില്ലേ പെണ്ണെ തേപ്പു പെട്ടി പോലെ വന്നിട്ടെന്നെ. തേച്ചില്ലേ പെണ്ണെ തേപ്പു പെട്ടി പോലെ വന്നിട്ടെന്നെ. തേച്ചിട്ട് പോയില്ല പെണ്ണെ ഇസ്തിരിയിട്ട ഷർട്ട് പോലെ ഞാൻ വഴിയായില്ലേ, പെരുവഴിയായില്ലേ. പ്രേമത്തിൻ കരണ്ടടിച്ചിട്ട് കരളിൻ കോളർ കത്തിയില്ലേ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് മൂടും തട്ടിനി പോയില്ലേ. ഞാൻ കരിഞ്ഞ ദോശ പോലായില്ലേ. ഞാൻ കരിഞ്ഞ ദോശ പോലായില്ലേ. ഷർട്ട് കണ്ടപ്പോ നീ തമ്മനും ബ്രാൻഡ് മറന്നില്ലേ. ഗോവയുടെ മ്യൂസിക് കേട്ടപ്പോ നീ നമ്മുടെ ബാൻഡ് മറന്നില്ലേ. തേച്ചില്ലേ പെണ്ണെ
എന്നും വന്നില്ലേ, കാലിലെ ചെരുപ്പെല്ലാം തേഞ്ഞു, കരളും കൊണ്ട് നീ പോയില്ലേ, ഞാൻ സിമ്മില്ല ഫോണ് പോലായില്ലേ, ഞാൻ സിമ്മില്ല ഫോണ് പോലായില്ലേ, കൊല്ലം എത്ര കഴിഞ്ഞാലും പെണ്ണെ ചങ്കിലെ പാട് മറയൂലേ, നെഞ്ചിലുള്ള പ്രേമം എന്റെ പെണ്ണെ തെച്ചാലും മാഞ്ഞു പോകൂലേ, പോലെ വന്നിട്ടെന്നെ പോയില്ല പെണ്ണെ, പോയില്ല പെണ്ണെ, പോലെ ഞാൻ വഴിയായില്ലേ, വഴിയായില്ലേ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഹര ഹര ഭോലെ നമഃ ശിവായ. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 7 മണി വരെ ഭക്തിയുടെ നിറവിൽ ലണ്ടൻ മലയാളം റേഡിയോ. മുറിവിൽ നിന്നൊഴുകും രക്തമെന്നും കേൾവിയിലൂടെ മനസ്സുകൾ ഭക്തിസാന്ദ്രമാകട്ടെ. അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല്, ഈ 7 ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്. സന്തോഷത്തോടെ എല്ലാവരെയും ഞങ്ങൾ വീണ്ടും തിരിച്ച് ഗോസിപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാത്രം അവസാനത്തെ ഒരു സ്വാഗതമാണിത്. കാരണം നമ്മുടെ സമയം ഇവിടെ തീരാറായിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഞങ്ങള് സമയം പോയത് അറിഞ്ഞില്ല, ഇത്തവണ അതുകൊണ്ട് ഞങ്ങൾ കറക്റ്റ് സമയം നോക്കിയിരിക്കുകയാണ്. അതെ, സമയം കൂടി പോകരുതല്ലോ. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ, പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ ലണ്ടൻ മലയാളം റേഡിയോയിലെ ബാക്കി പ്രോഗ്രാംസും എയർ ചെയ്യണ്ടേ, വേണമല്ലോ. അതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ കലാപരിപാടികൾക്കൊക്കെ നമ്മളൊരു ചെറിയ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവുകയാണ്. അതിന് മുമ്പ് സ്റ്റെഫി എന്തെങ്കിലും പറയാനുണ്ടോ? അഞ്ജലിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാ ഇല്ലാതില്ല. ആർക്ക് ആഗ്രഹം ഇല്ലാത്ത ഒരു സിനിമയിൽ വന്നു, ഒരു പോസ്റ്റർ, ഒരു ഫോട്ടോ ഒക്കെ വന്നു, അങ്ങനെയൊക്കെ വരാൻ എല്ലാവർക്കും ഒരു ചെറിയ താല്പര്യം കാണുമല്ലോ. എങ്കിൽ അഞ്ജലി ആ ആഗ്രഹമൊക്കെ അങ്ങോട്ട് മനസ്സിൽ കെട്ടിപ്പൂട്ടി വെച്ചോ. ഇതിന്റെയൊക്കെ ഇങ്ങനെ ഒരു പോസ്റ്ററിൽ ഫോട്ടോ വരണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം കൊണ്ടൊക്കെയാണ് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റും വിനി റിച്ചാർഡൊക്കെ ഇപ്പൊ ഓരോ ആൽബം ഒക്കെ തന്നെ ചെയ്തേക്കുന്നത്. ഇനി അഞ്ജലിക്ക് അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ അഞ്ജലി തന്നെ ഒരു ആൽബമോ സിനിമയൊക്കെ എല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു. സാഷ്ടാംഗം വീണിരിക്കുന്നു. സോറി മൈ ഡിയർ. എന്തായാലും ഒരു പുതിയ സിനിമയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. പറഞ്ഞോളൂ. ചിക്കൻ കോക്കാച്ചി. എന്തെന്ന്? ചിക്കൻ എന്ത് കാച്ചി? ചിക്കൻ കോക്കാച്ചി. ചിക്കൻ കോക്കാച്ചി അത് സിനിമയുടെ പേരാണോ? അതെ, ഒരു സിനിമയുടെ പേരാ. എന്നിട്ട് ശരിക്കും ആ സിനിമയുടെ പേര് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഒരു വല്ലായ്ക തോന്നുന്നുണ്ടല്ലേ? വളരെയധികം. ഏകദേശം സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു സിനിമയുടെ ഒരു ചെറിയൊരു എന്തൊക്കെയോ എവിടെയൊക്കെയോ തട്ടിപ്പിടഞ്ഞ് കിടക്കുന്നത് പോലെയൊക്കെ തോന്നും. ഇതൊരു സന്തോഷ് പണ്ഡിറ്റ് സ്കൂൾ ഓഫ് ഫിലിം മേക്കിങ്ങിന്റെ ഇലാബറേറ്റഡ് വെർഷൻ ആണെന്ന് കണ്ടവർക്കൊക്കെ തോന്നി തുടങ്ങി. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നതും തിരക്കഥ നിർവഹിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ അഭിനയിച്ചിരിക്കുന്നതും അനുരഞ്ജൻ പ്രേംജി എന്ന യുവാവാണ്. സംശയമില്ല, സന്തോഷ് പണ്ഡിറ്റ് സ്കൂൾ ഓഫ് ഫിലിംസിൽ നിന്നും പഠിച്ചിറങ്ങിയ ആരുമാണത്. അനുരഞ്ജൻ പ്രേംജി തന്റെ ആഗ്രഹം തീർക്കാനാ ഈ സിനിമ തിരക്കഥയും സംവിധാനവും അതിൽ അഭിനയിക്കുക കൂടി ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിന്റെ അകത്തെ മറ്റു താരങ്ങളൊക്കെ സൂപ്പർ ഹിറ്റ് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളവരും കൂടിയാണ്. പറഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാം അതൊരു മുഴുനീള ഹാസ്യ ചിത്രമാണെന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ അകത്ത് ഏകദേശം ആരൊക്കെ ആയിരിക്കും നമുക്ക് ഊഹിക്കാം. വേറെ ആരുമല്ല, നമ്മുടെ ധർമ്മജൻ, ഇന്ദ്രൻസ്, നേഹ രത്നാകരൻ, ബിജുക്കുട്ടൻ, സുധി കോപ്പ, നെൽസൺ അബി, അങ്ങനെയുള്ളവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ടോട്ടൽ ഫൺ എലമെന്റ് ആയിരിക്കും അതിനകത്തല്ലേ? മൊത്തത്തിൽ തമാശ ആയിരിക്കും. തമാശയൊക്കെ തന്നെ. പക്ഷെ ഇത് ഇങ്ങനെ ഒരു പണ്ഡിറ്റിന്റെ ഒരു സാമ്യം വന്നു കിടക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ ഈ സിനിമയ്ക്കുള്ള ഒരു റിവ്യൂ ഒക്കെ അങ്ങ് ഒരു ബ്ലാ 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 വള്ളിയും തെറ്റി പുളിയും തെറ്റി കിടക്കുകയാണല്ലേ? അതെ. എന്നാണേലും കാണാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കണ്ടു നോക്കാം സമയം കിട്ടുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ സമയം ഏകദേശം അടുത്തു കഴിഞ്ഞു. അയ്യോ, തീരാറായി.
തീർന്നു, ഇപ്പൊ തീരും. നമുക്കൊരു പാട്ട് വെച്ചു കൊടുക്കാതെ എന്തായാലും പോകാനും പറ്റത്തില്ല. യെസ്, അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താണെങ്കിലും ഒരു നല്ല പാട്ട് വെച്ചിരുന്നതായിരിക്കും. അടുത്ത ദിവസം, അടുത്ത ഞായറാഴ്ച ഞങ്ങൾ ഇതുപോലെ വീണ്ടും വളരെയധികം ഗോസിപ്സുമായിട്ട് വന്ന് നിങ്ങളെ എന്റർടൈൻ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല, ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോ ഗോസിപ്പിനെ കുറിച്ചുള്ള എല്ലാ ഫീഡ്ബാക്സും നിങ്ങൾ മറക്കാതെ മെയിൽ ചെയ്യണം. steffi@lmrlive.com അതുപോലെ തന്നെ anjali@lmrlive.com മെയിൽ ചെയ്യണം. ഇനിയിപ്പം മെയിൽ അയക്കാൻ മടിയാണ് എങ്കിൽ വിഷമിക്കണ്ട, അതിന് ഞങ്ങളുടെ പരിഹാരമുണ്ട്. ഞങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടെന്നേ. ഞങ്ങളുടെ പരിഷ്കാരികളാണ്. അപ്പോൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്കും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. സ്റ്റെഫി പറഞ്ഞോളൂ. RJ Steffi LMR എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടും അതുപോലെ തന്നെ RJ Anjali LMR എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടും എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ആക്റ്റീവ് ആണ്. എന്നാ പിന്നെ ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് ഒരു പാട്ട് കിട്ടങ്ങ് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, ചെയ്തേക്കാം. നമുക്ക് പോയേക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ വിട പറയുകയാണ് തൽക്കാലത്തേക്ക്. ഇനി അടുത്ത ആഴ്ച നമുക്ക് ഇതേ സമയം ഇതേ ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ. ഇറ്റ്സ് മീ അഞ്ജലി ആൻഡ് സ്റ്റെഫി സൈനിങ് ഓഫ്. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. കവിളിണയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമീ കവിതയുമായി എന്റെ ഗാഥ നിന്റെ ചൊടിയിൽ വിരിയും അലരിനാളികൾ മധുമുതരും. എങ്ങനെ 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 കവിളിണയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമീ കവിതയുമായി എന്റെ ഗാഥ. മനസ്സിന്റെ മാലിനി തീരഭൂവിൽ മലരിട്ടു മാകണ്ട ശാഖികളിൽ. മനസ്സിന്റെ മാലിനി തീരഭൂവിൽ മലരിട്ടു മാകണ്ട ശാഖികളിൽ. തളിരിലെന്നും കുയിലുകൾ പാടി കരിവല കൊട്ടി പുഴയതു പാടി വനജോഷ്ണ പൂവിടുന്ന വനികയിൽ പാടുവാനായി അഴകിന്നഴകേ നീ വരുമോ? കവിളിണയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമിഴി കവിതയുമായി എന്റെ ഗാഥ നിന്റെ ചൊടിയിൽ വിരിയും അലരിനാളികൾ മധുമുതരും. അയ്യട, നന്നായിരിക്കുന്നു. മധുമാസരാവിന്റെ പൂമഞ്ചരി കന്മതി തീരത്തു വന്നിറങ്ങി. മധുമാസരാവിന്റെ പൂമഞ്ചരി കന്മതി തീരത്തു വന്നിറങ്ങി. കസവുള്ള പട്ടും മുലക്കച്ച കെട്ടി നറുനില ചേല ഞൊറിയിട്ടുടുത്ത് മധുരമാം ഗാനത്തിൻ മുരളിയുമായെന്റെ അരികിൽ വരാമോ പെൺകൊടി നീ.
മനുഷ്യന് നാണമില്ലേ? കവിളിണയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളെ കരിമിഴി കവിതയുമായി വാ എന്റെ ഗാഥ നിന്റെ ചൊടിയിൽ വിരിയും അലരിനാളികൾ മധുമുതരും. ഇതെന്തൊരു ശല്യ. dim dang da 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 dim dang da 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 dim dang da 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 boom.